കണ്ടൂര് പോകാൻ നിൽക്കാണ്. ഇഞ്ചക്ഷൻ വെക്കണ പൂച്ചമാന്തി പൂച്ച പണി കൊടുത്തതാണ്. അതിനിപ്പോൾ ഇനി 2 പ്രാവശ്യം പോകണം. ഇപ്പം ഇന്ന് പോകാൻ ഒരുങ്ങിക്കാണ്. രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എത്രണ്ണാവോ? 2 ഒന്നും എന്തായാലും വാങ്ങണം. ചില 3 ഉണ്ടാവും. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് അല്ലേ? നമ്മളെ കല്യാണമൊക്കെ അടുത്തല്ലേ? ആ പേരും പറഞ്ഞ കുറേ പരിപാടികളായിട്ടപ്പോ കല്യാണത്തിന് എത്ര എട്ടായി തുണിയെടുക്കാനും ഇങ്ങനെ കല്യാണ വീട്ടിൽ കണ്ടും തിരക്കാണല്ലേ? അതന്നെ. നമ്മളെ വല്യച്ഛന് വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഉള്ളിലുണ്ട്. വല്യച്ഛൻ പറഞ്ഞ അമ്മേന്റെ ചേച്ചീന്റെ ഭർത്താവ്, അമ്മേന്റെ മൂത്തച്ഛൻ ഉള്ളിലുണ്ട്. നമ്മള് ഈ വിശേഷം എടുക്കണമെന്ന് വല്യച്ഛനെ അറിയണില്ലോന്നുണ്ട്. ഉള്ളിലുണ്ട്. അപ്പൊ നമ്മള് പോകാണ്. അപ്പോസ് സ്കൂളിൽ പോയി. പാറു നല്ല ഉറക്കാണ്. പുറത്തിറങ്ങി നമ്മള് പോണല്ലോ. ആ പാറു ഒരംഗല്ലേ? പോയി വരാം. അപ്പൊ നമ്മള് ഇഞ്ചക്ഷനൊക്കെ എടുത്തുട്ടോ. ആശുപത്രി പോയിട്ട് 2 എടുത്തു. പുറത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേദന ഉണ്ടോന്നൊക്കെ പറഞ്ഞു. വേദന ഉണ്ട് കേട്ടോ സംഭവം. ഇനി പൂച്ച മാന്ത്രാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. വേദനിക്കൂല പറഞ്ഞിട്ട് വേദന ഉണ്ട്. ഇറച്ചിമനല്ലേ എന്തായാലും. ആദ്യത്തെ കിട്ടിയതിൻ്റെ തന്നെ മാറിയിട്ടില്ല. അത് കൂടെ വീണ്ടും കിട്ടി. അപ്പോൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ ജിഷ്ണുവിൻ്റെ കടയിലെത്തി, ആതിരൻ്റെ കടയിലെത്തി. 2 ഇങ്ങനെ ഒട്ടിട്ടുള്ളതാണ്. ഒന്ന് ബാബില ബ്യൂട്ടി സ്പോട്ട് ആതിര. ഇവിടെ ഡോസി ജിഷ്ണുവിൻ്റെ ഫ്രെയിമിൻ്റെ ഒക്കെ കടയാണ്. നമുക്ക് ഒരുപാട് വെറൈറ്റി കല്യാണ നല്ല വർക്കിലാണ് കേട്ടോ. ചില ദിവസം ഭയങ്കര തിരക്കാണ്. നമുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ്ട് നമ്മളെ കല്യാണത്തിനൊക്കെ ഉള്ള ഒരുപാട് മോഡലിൽ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. പിന്നെ മൊമെന്റോസ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവന്റെ വർക്ക് കേട്ടോ. എന്താ മൊമെന്റോ. ഏത് മോഡലും ഉണ്ട്. വേണ്ടവര് വേണ്ടവർക്ക് ചെയ്ത് തരും. ഇതാണ് നമ്മളെ ആള് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ട് ഇതാ ബാബില ബ്യൂട്ടി സ്പോട്ട് ആതിര. ഇവിടെ എന്തൊക്കെ ഓഫർ ഉള്ളതല്ലേ? ഇവിടെ എല്ലാത്തിനും ഓഫർ ഉണ്ട്. കോംബോ ഓഫർ ഉണ്ട്. ആതിരക്ക് സ്പെഷ്യൽ ഓണം ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ വർക്കുകൾ നമ്മൾ ജിഷ്ണുവിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ വർക്കുകളൊക്കെ വേണമെങ്കിൽ അല്ലേ ഏത് മോഡലും ചെയ്ത് ഞാൻ അതിന്റെ അടുത്ത് എന്താ ഓഫർ നോക്കാം. നോക്കി പറയണം. ഓഫർ കാണാതെ അറിയില്ല കേട്ടോ. ഞാൻ കണ്ട് കൊറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. ത്രെഡിങ്ങിന് വെറും 40 രൂപയുള്ളൂ. പിന്നെ ഫേഷ്യലും ഹെഡിങ് കൂടിയിട്ട് 699 രൂപ. ബ്ലീച്ച് ഫേഷ്യൽ ത്രെഡിങ്ങും കൂടിയിട്ട് 699 രൂപ. പിന്നെ ഇത് 499 രൂപയ്ക്ക് ഹെന്നയും ഫേഷ്യലും അങ്ങനെ ഒക്കെ ഓഫറിൽ ഉണ്ട് കേട്ടോ. അനിയേട്ടന്റെ കടയാണ്. അറിയാത്തവർക്കുണ്ടോ? അതായത് ഭാവിക്കുട്ടീൻ്റെ അമ്മയാണിത്. നമ്മളെ വണ്ടൂര് ഗേൾസ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബാബില ബ്യൂട്ടി സ്പോട്ട്. നല്ല ഓഫറുകളാണ്. അതെ, കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ സംഭവങ്ങളാണ്. ഫേഷ്യലും പിന്നെ നമ്മളെ മുടിമ ത്രെഡിങ്. അതിനിതാ അവളെ മുടിയൊക്കെ കണ്ടില്ലേ? കളറിങ് ആണ്. ഫുള്ള് കളർ ചെയ്ത് ഇറങ്ങിയാണ്. അപ്പം ഞാനും കൊണ്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അല്ല മൊത്തമൊന്നും ആക്കണില്ല കേട്ടോ. അപ്പൊ ഇവിടെ സൂചി അടിച്ച ടെൻഷനൊക്കെ ഭാവിക്കുട്ടി സ്കൂൾ പോയില്ലേ? ഭാവിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഇപ്പൊ സ്കൂളൊക്കെ ആയി. ഇപ്പൊ കല്യാണത്തിരക്കാണ് ഞങ്ങൾക്ക്. പിന്നെ ഇന്ന് പൂച്ച മന്തിന് ശേഷം ഭാവിയ പരിസരത്തേക്ക് വന്നിട്ടില്ല. ഞാൻ വന്ന കുഞ്ഞോളെ അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അത് കൂടി
ഞാൻ ആദ്യം എൻ്റെ ഈ പുരികൊന്ന് കറക്റ്റ് ആക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പ്ലക്കർ വെച്ചിട്ട് ഇങ്ങനെ എടുക്കും. ചെറിയൊരു മേക്കോ. അല്ലാത്ത സമയത്ത് ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ത്രെഡ് ചെയ്ത് തരലാണ്. അപ്പം ഇന്ന് ഞാൻ ഇവിടെ വന്ന് പൊട്ടെടുത്തിട്ടുണ്ടേ വേദന. അത് പറിച്ചെടുക്കല്ലേ, മുറിച്ചെടുക്കല്ല, പറിച്ചെടുക്കണ് അല്ലേ ആദ്യം. പണിയെടുക്കാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞോ? ഇപ്പൊ ഇത്രയുള്ള നമ്മളെ മേക്കോർ അല്ലേ? എന്താ സ്ക്രാച്ച് വീണിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ? ഇവിടെയൊക്കെ സെറ്റപ്പ് ആക്കിയില്ല അപ്പൊ അടിപൊളിയാക്കി. ഫുൾ മേക്കപ്പിന് എത്ര? ഫുൾ മേക്കപ്പ് ഐ മീൻ ഡ്രസ്സിലില്ല. അങ്ങനല്ല, അല്ലെ മുഖം ഫുള്ള് ഫുള്ള് ചെയ്യണേ. മുഖത്ത് ഫേഷ്യല്, ബ്ലീച്ച് അങ്ങനത്തെയൊക്കെ വരുന്നത്. പിന്നെ ഡി ടാൻ ഉണ്ട്. അതിനെത്ര റേറ്റ്? ഡി ടാന് അല്ലാത്ത നമ്മൾ പുറമെ ചെയ്യുമ്പോൾ അതിന് 600 രൂപ വരും. ഇത് ഡി ടാനും ഫേഷ്യലും ഒക്കെ കൂടി വരുമ്പോൾ 599 വരും. കല്യാണത്തിന് കോഡ് സെറ്റ് വെള്ള ഡ്രസ്സ് മാലാകയായിട്ട് വരും. ഇതിന്റെ പേരെന്താ? ഇത് യു കട്ട്. യു കട്ടോ? എത്തുമ്പോ ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടാ. അത് ഉള്ളു പോവും. ഇല്ലല്ല, വലിപ്പം കുറയും. ഇത് ചെറിയായിരിക്കും. ഇത് ഡീപ്പായിട്ടുള്ളതല്ല, ചെറിയ നോർമൽ എടുത്ത് എനിക്ക് മുടി പോവാണ്ട് എടുത്തത്. ഈ വാല് മാത്രം എടുത്തിട്ട് മുടി വെക്കണം. ആ ഉള്ളില്ലാത്ത ഭാഗം എന്നിട്ട് അപ്പൊ ഞാൻ കയറ്റി എടുത്തിരുന്നെങ്കിലോ. നമ്മളെ ഷോപ്പിനെ കൊണ്ട് എന്തും ചെയ്യാം. എനിക്കുണ്ട് ഒരു മുടി തലപ്പും വെട്ടാനായിരുന്നു. അപ്പൊ എന്നാ ഓണത്തിന് എല്ലാരും പോരെ, ഫുൾ ഓഫറാണ്. ആരും ഇത് പറയുന്നില്ല. ഇവിടെ ഒന്നും ആരും വേറെ നടത്താനും പറ്റില്ല. ഓരോ മുടി നോക്കുക, നമ്മളിതിന്റെ ഉള്ളിൽ കയറിയ സൗന്ദര്യം നമ്മളതിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അത് ശരിയാ. അനീഷിനൊന്ന് റെഡി ആയി കൊടുക്കട്ടോ. ഡ്രസ്സും കൂടി എടുത്തിട്ടില്ല. പറഞ്ഞു ഡ്രസ് എടുത്തില്ലാന്ന്. പോലെ എന്നാല് അപ്പൊ ഞങ്ങള് പോരട്ടോ. അനിയനെ കണ്ടു വർത്താനം പറഞ്ഞു വലിയ സന്തോഷാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടത്. ബട്ടർ ഇല്ലേ, അതാണിത്. നമ്മള് നീലഗിരി അനിയൻ തന്നതാ. നമ്മൾ നീലഗിരിയിലൊക്കെ പോയപ്പോൾ അവിടെ ഒരുപാട് ബട്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് യൂസ്ഫാക്ക ഇതിൻ്റെ കായ തന്നേന്ന് കുഴിച്ചിടാൻ പറഞ്ഞിട്ട്. അപ്പം അത് ഉണ്ടാകുമല്ലേന്ന് അറിയാതെ നമ്മൾ കൊണ്ടുവന്നില്ല. ഇപ്പോൾ ഓനത് ആ തൈ ഉണ്ടായപ്പോൾ തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ. വീടൊന്നും കാട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ പുതിയ വീട് പണിക്ക് തറ കെട്ട് ബെൽറ്റൊക്കെ വറുത്തിട്ടതാ.
വേറൊന്നും ആയിട്ടില്ല. ഒന്ന് കാണിക്കാം അല്ലേ. ഇപ്പൊ അമ്മ ഇല്ലേന്നവിടെ, അമ്മ പണിക്കതാണ്. അപ്പൊ അനിയനും ഭാര്യ കുട്ടിയുണ്ട് അവിടെ, 2 വയസ്സായ കുട്ടി. അപ്പൊ കുറച്ചു നേരം കുട്ടീൻ്റെ അടുത്തൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പോരുകയാണ്. കുറച്ചു നേരം അങ്ങനെ ഒരു സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട്. അപ്പൊ അങ്ങനെ പോയി ഇപ്പൊ നമ്മളെ വീട്ടിലെത്തി. പാറുണ്ടെങ്കിൽ പോറിന് പോയി നോക്കട്ടെ. മീൻ വാങ്ങിയിട്ടുണ്ട് നമ്മൾ പോന്നപ്പോ. ഇനി മീൻ്റെ കറിയൊക്കെ ഉണ്ടാക്കണം. ഇല്ല ഇതില് പൂച്ച വട്ടം പിടിച്ച് നിന്നേന്ന് അവിടെ. ചൂതമീൻ വാങ്ങിയിട്ടുണ്ട്. എന്തേ ഈ ഭാഗത്തേക്ക് നമ്മളെ പാറുട്ടി വന്നിട്ടില്ല, വീട് ഫുള്ള് കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾക്ക് പുറത്തെ പണികളാണേ. ഉച്ചയ്ക്ക് ശേഷം ഇടയ്ക്ക് നമ്മളുള്ള എന്താ പറയുക കൃഷിയൊക്കെ ഒന്ന് ഇങ്ങനെ മണ്ണിട്ടിട്ടും അങ്ങോട്ടൊന്ന് പറിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് പറിച്ചിട്ട് ആ പണിയൊക്കെയാണ് സന്തോഷമായിട്ടാണ് ഇവിടെ കേട്ടോ. പിന്നെ നമ്മൾ അന്ന് കുഴിച്ചിട്ട ചെടിയൊക്കെ നല്ലോണമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് വെറും പുല്ലാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവിടെ അത്ര ഭംഗിയൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ടപ്പോൾ കേട്ടോ ഇത് കറക്റ്റായിട്ടൊന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ വട്ടത്തിൽ റൗണ്ടിലിട്ട് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇതിപ്പോൾ കാറ്റടിച്ചിട്ടാന്ന് തോന്നുന്നത് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വളഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ. മുകളിലല്ലല്ലോ, ഇവിടെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് തളിർത്ത് വന്നതൊക്കെ പുറത്തേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ കെട്ട് വെറുതെ ഇങ്ങോട്ട് വാ, മണ്ണാവും. ഇടയ്ക്കൊന്നൊരു കാറ്റ് തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് പുറത്തേക്ക് വിട്ടതാണ്. ഇനി കാല് കഴുകിട്ട് അകത്തേക്ക് കയറ്റുള്ളൂ പാറുവിനെ. ആ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പൊ കണ്ട മാന്താണ് അവിടെ. മഴയൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു കാലാവസ്ഥയാണ്. കയ്യിലൊരു വേദന ഇന്നലെ ഉണ്ട്. ബെൽറ്റ് ഇട്ട് നമ്മള് പണികളൊന്നും നടക്കണില്ലേ. അത് കാരണം ഇവിടെ ഇങ്ങനെ കൂടി പിടിച്ച് നിക്കുക. ബെൽറ്റ് ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയിട്ടാല് ഒരിക്കലൊരു വീർപ്പ് മുട്ടല് എന്നുവെച്ചാ എന്താ പറയാ ചൂട് എടുക്കുക. എന്റെ ഫ്രീഡം നടക്കണില്ല. അപ്പൊ ഞാൻ എന്തിട്ടി അത് അയച്ചിട്ടു. എന്തിനാ അവിടെ മാന്തണേ? നോക്കാം ആ ബട്ടറുടെ കുഴിച്ചിടന്ന് ബട്ടർ കുഴിച്ചിടാനുള്ള പരിപാടിയിലാണ്. ബട്ടറിന് ഇവിടെ തന്നെ വെക്കേണ്ടി വരും. പൂള തന്നെ കാലാകാലത്തേക്കുള്ളതല്ല, അത് നമ്മള് പറിക്കുമല്ലോ. പച്ചക്കറി ഏകദേശം ആവാനായിട്ടില്ല. പറിക്കുമ്പോ കാണിച്ചു തരാം. നേരത്തേക്ക് ഇറങ്ങി കിട്ടോ. ഞാൻ അവിടെ ആക്കട്ടെ, അവിടെ നിന്നോട്ടെ, കളിച്ചോട്ടെ. മണ്ണിക്ക് ഇറങ്ങാണ്. ഞാൻ അകത്തേക്ക് പോവാണ്. പറ ഇവിടെ മണ്ണാവേ. ഇല്ല സാറ് നമ്മളപ്പം കളിച്ചോട്ടെ. അതിനാണ് കളിക്കണ മണ്ണായാല് പാട്ടിയെടുക്കട്ടെ ഞാന്. അപ്പം ആ ബട്ടറിന് നമുക്ക് കുഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്ന് വിചാരിച്ചിരുന്നു ബട്ടർ ഇവിടുന്ന് കുഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കണ ഈ ഇത് കായ്ക്കൊക്കെ എന്താന്നൊരു പ്രത്യേകത, നല്ല മധുരം കേട്ടോ. നമുക്ക് കയറി ഞാൻ കുത്തിമറിയോ? അന്ന് എന്താന്നറിയോ, അവിടെ ഒരു ചിക്കു പറിക്കാൻ വളർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഒന്നായി ചിക്കു പറിച്ചാ വവ്വാല് കാണാഞ്ഞിട്ടോ. എന്റെ സുന്ദരിക്ക് എന്താ അവിടെ തലയിലെന്താ? അവിടെ ഒന്ന് മൂത്തിട്ടുണ്ട്. അത് വവ്വാല ഇടയിൽ പെട്ടിട്ട് കണ്ടിട്ടില്ല. എന്നാടാ ഇത് മൂത്തിട്ടുണ്ട്, പറിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ ഇങ്ങനത്തെ കായ്ക്കൊക്കെ പ്രത്യേക രുചിയായി. ഈ ചിക്കൂല്ലേ അതിന് നല്ല മധുരമുണ്ട് നമ്മളുള്ള. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണേക്കാളും മധുരമുണ്ട്. എന്താണ് ഒരാൾ ചേർത്ത് ചോദിക്കണ്ട്. പിന്നെ നമ്മളെ പഴയ പോലെയല്ല, പഴയ വീടായപ്പോ പഴയ കാര്യങ്ങളൊക്കെ കാണിക്കാണ്ടായിരുന്നു. പുതിയ വീടായപ്പോ പഴയ കാര്യങ്ങൾ കാണിക്കാറില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ആൾക്കാർ കാണുമ്പോൾ തോന്നുകയാണ് എന്തെങ്ങനെ മാറിയെന്ന്. നമുക്ക് പഴയത് കാണിക്കാറില്ല. പഴയത് കാണിക്കാം. പഴയ വീട്ടിലത്തെ കുറെ പഴയ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സ്ഥലങ്ങളും മാറി. ആ വീട് നിൽക്കുന്ന സ്ഥലേ അല്ല തന്നെ ഇപ്പൊ എല്ലാരും പറയണ. കാരണം അത്രയും ഇത് താഴ്ത്തി ഒരുപാട് JCB കൊണ്ട് നിരത്തിക്കൊണ്ട് നമ്മളെങ്ങനെ പഴയ രൂപത്തിൽ എങ്ങനെ ചെയ്യാ? അമ്മേ പാറുവിനെ കൊളത്തി വലിക്കപ്പോ അപ്പൊ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ പഴയ ആൾക്കാരെല്ലാം മാറ്റമുണ്ട്, പുതിയ വീടായപ്പോ മാറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. പുതിയ വീടായപ്പോ മാറി, ആൾക്കാർ മാറിയിട്ടില്ല, വീടേ മാറിയിട്ടുള്ളൂ. ചിക്കു പാറുവിനെ പറിക്കുക. പാറു ചിക്കുനെ പറിക്കണേ. കണ്ടോ നല്ല വലിപ്പുണ്ടല്ലോ. കൊടുക്കാൻ പറ്റില്ലല്ലേ? പൊട്ടിണ്ട്.
തലേക്ക് ചാടും. നല്ല ഇതുണ്ടല്ലോ. ആ പശ കൈമാവണ്ട കേട്ടോ. ആ പെണ്ണ പോണം. ഡേ കേട്ടോ. മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ട്. മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ആണാണ് മാറി അവിടെ ഇരുന്നോട്ടെ, കാണിക്കണ്ട. അപ്പൊ ഓടും, മൂത്രമൊഴിക്കൂല. ഓ പുറത്തേക്ക് എന്താപ്പോ നമ്മളെ കൃഷികളൊക്കെ കാണാം. അല്ല അപ്പം ഇന്ന് നമുക്ക് സ്പെഷ്യലൊന്നുമില്ല. നമ്മളതൊക്കെ വലുതായിട്ടുണ്ട്. ഇന്നിട്ട പണികളാണ് ഇതെല്ലാം. ഒരു തക്കാളി ഉണ്ട്. തക്കാളിയൊക്കെ അത്രയും മഴയത്തൊക്കെ നാശമായി പോയി എഴുതിയതാണ്. പക്ഷെ നമുക്ക് ദിവസം കിട്ടാനുള്ളത് കായ് ഉണ്ടായ അത്രയും നല്ലല്ലേ. നന്നായില്ലേ. അങ്ങോട്ട് പാറു വരുന്നേ. ഇത് ആ റോസ് നമ്മളവിടെ വെച്ചപ്പോ ഇതാകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരുന്നു. ഇവിടെ വെച്ചപ്പോ നന്നായിണ്ട്. റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും കാണാം അല്ലേ. എന്നിട്ട് നമ്മള് പൂള ഏകദേശമൊക്കെ പറിക്കാനായിട്ടോ. ശരിക്കും പൂളേന്റെ കാലാവധി എന്നാ മാത്രം കണ്ടിട്ടില്ല. നല്ല ഒഴിഞ്ഞു പോകും. നമ്മള് റെഡ് ലേഡിക്ക് നമ്മള് വളം ഇട്ടപ്പോ വളം ഇടാൻ പാടില്ല അല്ലേ? നമുക്കറിയില്ല. അറിയില്ല. റെഡ് ലേഡി നാസറൊക്കെ പറഞ്ഞല്ലേ പാടില്ലെന്ന്. 1.5 വർഷം കൊണ്ട് കായ്ക്കണേ മുരിങ്ങയാണ്. പിന്നെ ആയിട്ടാ ചെയ്യാൻ പറിക്കാൻ എല്ലാതുമായി. റെഡ് ലേഡി ഇവിടെ ഉണ്ട്. പിന്നെ റെഡ് ലേഡി കുറെ ഉണ്ട്. അതുകൂടെ നമ്മള് ഇന്നത്തെ പണി ഇതൊക്കെ കുറെ വെണ്ടയ്ക്ക ഉണ്ട്, ബ്രഹ്മി ഉണ്ട്. തറവാട്ടിൽ നിന്ന് കുട്ടിമേനത്ത് കുറെ ബ്രഹ്മി ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ശംഖുഷ്പം പോയിരുന്നല്ലോ. നമുക്ക് ക്രീം ഉണ്ടാക്കാനേ. പിന്നെ ചെടികൾ അറിയണം നമുക്ക് അധികം ഒന്നും ഇല്ല കേട്ടോ. കുറച്ച് 10 മണി മുല്ലേ ഉള്ളൂ. അതന്നെ നോക്കാൻ. അതിനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും കുറച്ച് മണ്ണിൽ വെച്ചെടുത്താൽ അതങ്ങനെ പോയിരിഞ്ഞോളൂ. ദിവസം 10 മണിയാകുമ്പോൾ വിരിയും. അപ്പം നല്ല ഭംഗിയെ കാണാൻ. അങ്ങനെ കുറച്ച് 10 മണി മുല്ലുണ്ട്. പിന്നെ എൻ്റെ അച്ഛമ്മ തന്ന ചെടിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിക്ക് പൂവുള്ളതാണ്. ഇത് ചെമ്പരത്തിയാണ്. ഇതിലുണ്ട് ശംഖുപുഷ്പം ഒരു നറുക്ക് കൂടിയിട്ട്. എവിടെ നോക്കിയാലും ഇവിടെ ശംഖുപുഷ്പം കൂടുതൽ. വെള്ള ശംഖുപുഷ്പം ഉണ്ട്, നീല ശംഖുപുഷ്പം ഉണ്ട്. രണ്ടും നല്ലതാട്ടോ. അതുണ്ട്. പിന്നെ നമ്മളെ ഉമ്മറത്ത് കുറച്ച് ചെടികളുണ്ട്. അവിടെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അവിടെ അന്ന് അവിടെ കുഴിച്ചിട്ട് പോയതാ. പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. നമ്മളെ ബട്ടറിന് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ അയ്യോ വലിയ മരാവും. വീടിന് പറ്റോ? അപ്പൊ നിങ്ങളെ വണ്ടിയൊക്കെ എടുക്കുമ്പോ ബുദ്ധിമുട്ടാവോ? അമ്മനോട് വെച്ചേക്കോ. അത് ഇവിടെ ഇത്രയും സ്ഥലമുള്ളൂ. ഇതിന്റെ അടിയിൽ അത് പോയി. മറ്റതുണ്ടായി. പക്ഷെ അടിയില് പച്ചപ്പുണ്ട് കേട്ടോ. കളയേണ്ട ആവശ്യമല്ല. അവിടെ മരത്തില് പച്ചപ്പുണ്ട്. ഇനി നമ്മൾ ബട്ടർ വെക്കണം. ഇവിടെ വെക്കാൻ സ്ഥലം ഉണ്ടാക്കാം. നമുക്ക് നമ്മളെ വീട് ഉള്ളവർക്കൊക്കെ നമുക്ക് ഓരോ സാധനങ്ങളായിണ്ട്. നാണയപ്പം ഇന്നത്തേലുണ്ടോ അല്ലേ? റെഡ് ലേഡി അതാണ്. എവിടേക്ക് നോക്കിയാലും റെഡ് ലേഡി ഉണ്ടായിരുന്നു. വലുതായിട്ട് ഫുള്ളായിണ്ട് അല്ലേ? ഫുള്ളാക്കണം. അവിടെ ഒരു ലേഡി അച്ഛന്മാരടുത്ത് കൊടുക്കുന്നത് പിന്നെ സാധാ ആണ്. സാധാ കറുത്ത അതവിടെ ഉണ്ട്. പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. റെഡ് ലേഡി മൂക്കാത്ത സമയത്ത് പഴുക്കാത്തത് നമുക്ക് കറി വെക്കാനോ ഉപ്പേരി വെക്കാനോ പറ്റുമോയെന്ന് അറിയില്ല. അതൊന്ന് അറിയണവരൊന്ന് കമൻറ്റ് ഇടണം. നമ്മൾ പഴുത്തത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പച്ച നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ബാക്കിൽ മാത്രമേ കുറച്ച് സ്ഥലം അവിടെ കൂടി ഫുള്ളാക്കാണ്ടില്ലേ. പക്ഷെ അവിടെ നമുക്ക് ഇത് വെക്കാൻ പറ്റൂല. കാനലുള്ള ഭാഗത്തൊന്നും വെക്കാൻ പറ്റില്ല. അല്ലാതെ ഉമ്മറത്ത് എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ബാലവാടിയിൽ നമ്മളെ കരണ്ടുകാർ വന്നുകൊണ്ട് വെട്ടിയ മുരിങ്ങേൻ്റെ കൊമ്പാണ് ഇട്ടത്. ഇത് കുത്താൻ സ്ഥലമല്ല, വെറുതെ കൊണ്ടുവന്ന് മണ്ണിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ മണ്ണിൽ. ഇതെല്ലാം സെറ്റപ്പ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് റെഡ് ലേഡിയാ. വൈകി 5:45 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. പരിപാടിയൊക്കെ ആവാനായിട്ടോ തുടങ്ങാനായി. കാണിച്ചു തരാം. പിന്നെ ബാക്കിയൊക്കെ വെറുതെ ടൈം ഓവർ. അപ്പൊ നാളെ കാണാം. ബൈ.